ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജലജീവൻ മിഷൻ പാലക്കാട് ജില്ലയിൽ മന്ത്രി MP രാജേഷ് അട്ടിമറിച്ചതായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ആരോപിച്ചു. സംസ്ഥാനത്തെ ബ്രൂവറി ഇടപാട് നേരത്തെ തീരുമാനിച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് ശ്രീ MP രാജേഷാണ്. കാരണം ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ 100% നടപ്പാക്കിയാൽ മലമ്പുഴയിലെ നിലവിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് MP രാജേഷും ഇടത് സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കമ്പനിയെ എത്തനോൾ നിർമ്മിക്കാനുള്ള യൂണിറ്റായിട്ട് സെലക്ട് ചെയ്യുന്നതിന് 4 മാസം മുമ്പ് തന്നെ ഈ കമ്പനി അപേക്ഷ കൊടുക്കുക. ഇവിടെ 2022 സ്ഥലം വാങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ പ്ലാന്റ് എലപ്പുള്ളിയത്തെ സ്ഥലം കാണിച്ച് അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം ഈ കമ്പനിക്ക് ഇത്ര ധൈര്യപൂർവ്വം സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു ഉറപ്പ് ഈ കമ്പനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ എല്ലാം നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ആ കള്ളക്കഥകൾ പുറത്തു വരുന്ന സമയത്ത് അത് മറയ്ക്കാനായിട്ട് മന്ത്രി ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഞാൻ ലേബർ കോൺട്രാക്ടറാണ്, തൊഴിലാളികളുടെ വിഹിതം പറ്റുന്ന ആളാണ്. ഞാൻ 98 മുതൽ പാലക്കാടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാം ലേബർ കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്ന ആൾ തന്നെയാണ്. നിയമപരമായിട്ടുള്ള കാര്യമാണ്, അതിൽ തെറ്റുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. CPMൻ്റെ തങ്കച്ചൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, LC സെക്രട്ടറി ആയിരുന്ന തങ്കച്ചൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ 3-4 നേതാക്കന്മാർ ചേർന്ന് രൂപീകരിച്ച ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. കോടിക്കണക്കിന് രൂപയുടെ തുകയാണ് മലബാർ സിമിൽസിൽ നിന്ന് ലേബർ കോൺട്രാക്ട് വഴിക്ക് ഈ സൊസൈറ്റി നേടിയെടുത്തുള്ളത്. CPMൻ്റെ ഉള്ളിൽ വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ച കോൺട്രാക്റ്റാണത്. ചിറ്റൂർ മേഖല വഴിക്ക് വരുന്ന സ്പിരിറ്റിനെ സംബന്ധിച്ചറിയാമല്ലോ. ഇപ്പോൾ CPMനുള്ള ജില്ലാ സമ്മേളനത്തിൽ വലിയ വെടിനിർത്തലായിരുന്നു, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറഞ്ഞു. എന്താ പ്രശ്നമില്ലാതിരിക്കാൻ കാരണം? വിദേശ മദ്യം എക്സൈസ് മന്ത്രിക്കും കുടുംബത്തിനും, സ്പിരിറ്റും കള്ളും ജില്ലാ സെക്രട്ടറിക്കും കുടുംബത്തിനുമായിട്ട് CPMൽ വീതം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPMലെ വെടിനിർത്തൽ. അപ്പോൾ ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. നേരത്തെ 2002 പൊള്ളാച്ചിയിൽ ആനമല പോലീസ് സ്റ്റേഷനിൽ ചില ആളുകളെ അണ്ടർവെയറിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, അടിവസ്ത്രം മാത്രം ഇട്ടിട്ട്. ആ ആളുകളുടെ പേരൊന്നും ഞങ്ങളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കരുത്.